ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി പോണത് റിയൽമി എന്ന ഫോൺ കമ്പനി നമ്മളോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മളെ കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് എനിക്കൊരു റിയൽമിയുടെ ഫോണുണ്ട്. അപ്പോൾ ആ റിയൽമിയുടെ ഫോണിൻ്റെ ചാർജിങ് പോർട്ടായ സി പോർട്ട് കംപ്ലൈൻ്റ് ആയി. ആ ചെറിയൊരു കാര്യം, നമ്മൾ നിരന്തരമായിട്ട് ചാർജ് ചെയ്യുന്ന ആ സി പോർട്ട് കംപ്ലൈൻ്റ് ആയ സമയത്ത് അതൊന്നും മാറാൻ വേണ്ടി ചെന്ന സമയത്ത് നമുക്കുണ്ടായൊരു ദുരനുഭവമാണ് നിങ്ങളോട് പറയാൻ വേണ്ടി. ഏകദേശം 10 ദിവസം വരെ നമ്മുടെ ഫോണിൽ വെക്കണമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ കസ്റ്റമർക്കോട് സംസാരിക്കുന്ന ഓഡിയോ ആണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ആ ഓഡിയോ നിങ്ങളെ വീഡിയോ രൂപാന്തരത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീടിനടുത്തുള്ള നമ്മുടെ പ്രാന്തപ്രദേശങ്ങളായിട്ടുള്ള കുഴുപ്പുള്ളി ബീച്ച്, ഇതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കാണുന്നത്. കുഴുപ്പുള്ളി ബീച്ച്, അതേപോലെ ചെറായി ബീച്ച്, മുനമ്പം, പുലിമുട്ട് എന്നീ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അത് തീർച്ചയായിട്ടും ഈ വീഡിയോ മനോഹരമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ ഈ റിയൽമി എന്ന കമ്പനിയുടെ ഈ നമ്മളെ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ റിയൽമി എന്ന ഫോൺ വാങ്ങിക്കണോ വേണ്ടേ തീരുമാനിക്കുക. ഇനി അതല്ല, ഇനി നിങ്ങളുടെ മറ്റുള്ള ഫോണുകളും ഇതേപോലെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഇതിൻ്റെ അകത്ത് കമൻ്റായിട്ടും മറ്റായിട്ടും ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക. അത് മറ്റുള്ളവർക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലുടനീളം ഞാൻ നിങ്ങളെ കാണിക്കാവുന്ന ബീച്ചും പരിസരങ്ങളൊക്കെയാണ്. അതുകൂടാതെ തന്നെ ആ ബീച്ചിൻ്റെ പരിസരം ഞാൻ ഫോൺ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു അഭിനയ സിംഹമാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടിരുന്നല്ലോ, ചിലപ്പോൾ ദേശീയ അവാർഡ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിക്കണം. ഓക്കെ. ഗുണമേന്മയ്ക്കും പരിശീലന ഉദ്ദേശത്തിനും വേണ്ടി താങ്കളുടെ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഞങ്ങളുടെ കോൾ സെന്റർ സേവനങ്ങൾ സംബന്ധിച്ച് ഒരു ഫീഡ്ബാക്ക് ലഭിക്കുവാൻ ഞങ്ങൾ താങ്കളുടെ കോൾ ട്രാൻസ്ഫറും ചെയ്യുന്നതായിരിക്കും. നിലവിൽ എല്ലാ ഏജന്റുമാരും തിരക്കിലാണ്. താമസിയാതെ താങ്കളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾ താങ്കളുടെ ക്ഷമയെ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ നമസ്കാരം, റിയൽമി സപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഹലോ, നമസ്കാരം. എൻ്റെ പേര് ലിയോ എന്നാണ്. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? അനഘ. ഓക്കെ. ഞാൻ റിയൽമിയുടെ ഒരു എക്സ്റ്റിയുടെ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? റിയൽമി എക്സ്റ്റി ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം 2 വർഷത്തോളം ആവുന്നു. അപ്പൊ അതിന്റെ മൈക്ക്, അതായത് ഞാൻ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വളരെയധികം നോയ്സ് വരുന്നുണ്ട്. അതായത് മറ്റ് ശബ്ദങ്ങൾ കയറി വരുന്നുണ്ട്. അതാണ് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ശരി. നിങ്ങള് റിയൽമിയുടെ ഒറിജിനൽ കോൾ സെന്റർ ആണോ, അല്ലെങ്കിൽ നിങ്ങള് ഇതായിട്ട് കോള് റിയൽമിക്ക് കൊടുക്കുന്ന ആൾക്കാരാണോ? കസ്റ്റമർ കെയർ ആണ്. ഓക്കെ. ശരി. ഞാൻ എക്സ്റ്റി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, റിയൽമി എക്സ്റ്റി ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വളരെ നോയ്സി ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഒരു വേറെ എക്സ്റ്റേണൽ മൈക്കർ വാങ്ങിക്കുകയുണ്ടായി, ഉപയോഗിച്ച് നോക്കി. പക്ഷെ അതിന് തന്നെ കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ DJI എന്ന് പറയുന്ന കമ്പനിയുടെ മറ്റൊരു വില കൂടിയ മൈക്ക് ഉപയോഗിച്ച് നോക്കി, പക്ഷെ അതിനും ആ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അത് തീർച്ചയായിട്ടും മൈക്കിന്റെ കംപ്ലൈന്റ് അല്ല, നമ്മുടെ ഫോണിന്റെ കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ കൊച്ചിയിലുള്ള സർവീസ് സെന്ററിൽ പോവുകയുണ്ടായി. അവിടെ ചെന്ന് ഞാൻ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ചിലപ്പോൾ ഇതിന്റെ മദർ ബോർഡിന് കംപ്ലൈന്റ് ഉണ്ടാവാം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ അവർ പറഞ്ഞു, അല്ലാതെ തന്നെ അവർ പറഞ്ഞു ചിലപ്പോൾ സബ് ബോർഡ് ആയിട്ടുള്ള ഇതിന്റെ അതായത് നമ്മൾ ചാർജ് ചെയ്യുന്ന സി പോർട്ട് അല്ലേ, ഹലോ, ചാർജ് ചെയ്യുന്ന യൂണിറ്റിനോട് ചെറിയ ബോർഡ് ചിലപ്പോൾ അതിന്റെ കംപ്ലൈന്റും ആവാം എന്ന് പറഞ്ഞല്ലേ. 2 കാര്യങ്ങൾ അവർ പറഞ്ഞതല്ലേ. അതോടൊപ്പം തന്നെ അപ്പോ ഞാൻ ചോദിച്ചു, ഇതൊന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ എന്ന് ചോദിച്ചാണല്ലേ. അപ്പൊ സോഫ്റ്റ്വെയർ എക്സ്റ്റിയുടെ ഇതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ ഡെഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്.
ഓക്കെ. എന്തുകൊണ്ടാണ് റിയൽമി ഫോൺ രണ്ടാം സോഫ്റ്റ്വെയർ വരുമ്പോൾ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഫങ്ഷൻസ് ചില പുതിയ അപ്ഡേഷനിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആവുമല്ലോ അതിനകത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. മേ ബി അത് ഫോൺ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അല്ല, അത് അപ്ഡേഷൻ ആണല്ലോ, നിങ്ങളുടെ മറ്റൊരു ഫോണിന്റെ അപ്ഡേഷൻ ആണല്ലോ. XT എന്ന ഫോണിന്റെ ഇതിന്റെ കപ്പാസിറ്റികൾ അടങ്ങിയിട്ടുള്ള അതിൻ്റെ അകത്ത് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നിലവിലിപ്പം അതിനകത്ത് XTക്ക് അപ്ഡേഷൻ കൊടുക്കുന്നില്ല സാർ. XTക്ക് അപ്ഡേഷൻ ഇല്ല, കാരണം അത് മുന്നേ നിർത്തിയതായിരുന്നു. ഡിസ്കണ്ടിന്യൂഡ് അപ്ഡേറ്റ് ഫോൺ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ നിങ്ങളുടെ മദർ ബോർഡ് മാറുന്നതിന് ഏകദേശം 6000 രൂപയിൽ കൂടുതൽ വരുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ അവര് പറഞ്ഞു മദർ ബോർഡ് മാറിയിട്ട് ചിലപ്പോൾ ഇതിന്റെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ സബ് ബോർഡ് ആയിട്ടുള്ള സി പോർട്ട് ചാർജ് ചെയ്യുന്ന ചെറിയൊരു യൂണിറ്റിന്റെ കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അതിനെന്തോ 1600 രൂപ വരുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ചാർജിങ് യൂണിറ്റ് അടക്കമുള്ളത് മാറുന്നതിന് 1600 രൂപ വരുമെന്ന് പറഞ്ഞു. അവിടെ ഒരു ബോർഡും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അത് നമുക്ക് മാറി നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ശരി 1600 രൂപയാണ്, ശരി അത് മാറുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സ്റ്റോക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. സ്റ്റോക്ക് ഓർഡർ ചെയ്ത് വരുത്തണം. അതിന് ഏകദേശം 7 ദിവസം മുതൽ 10 ദിവസം വരെ അതിന് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ എൻ്റെ നമ്പർ ഇതാക്കൂ, ഞാൻ എന്നാണ് സ്റ്റോക്ക് വരെ ഒന്ന് വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല് അങ്ങനെ പറ്റില്ല, എന്റെ ഫോൺ അവിടെ വെക്കണം എന്നാണ് പറഞ്ഞത്. പറഞ്ഞാല് എന്റെ ഫോൺ അവിടെ വെക്കണം, എന്റെ ഫോൺ അവിടെ വെച്ചതിന് ശേഷം അവര് ജോബ് കാർഡ് ഇടും. അതിന് ശേഷമാണ് പ്രൊഡക്റ്റ് വരും. നിങ്ങളുടെ ആ ഒരു എന്താ പറഞ്ഞ ആ കോമ്പൗണ്ട് വരുമെന്നാണ് എന്നോട് പറഞ്ഞതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതായത് ചാർജിങ് യൂണിറ്റ് അതായത് മാറുന്നതിന് വേണ്ടി ഏകദേശം 10 ദിവസത്തോളം അവിടെ ഫോൺ വെക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോണിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നീക്കുക. ഈ 10 ദിവസം അവിടെ വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ 10 ദിവസം വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഹലോ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് അഡ്വാൻസ് ആയിട്ട് പൈസ തരാം. അതല്ലെങ്കിൽ 1600 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 2000-ഓ 3000-ഓ തരാം, കുഴപ്പമില്ല. വേണമെങ്കിൽ അതിന്റെ ഇരട്ടിയും വേണമെങ്കിൽ തരാം. അതിനുശേഷം നിങ്ങൾ സാധനം വന്നതിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഫോണായിട്ട് വരാം. നിങ്ങൾ എന്നിട്ട് മാറി തന്നതിന് ശേഷം ബാക്കി പൈസ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട് സാർ. പക്ഷെ നമുക്ക് കമ്പനിയുടെ പോളിസി പ്രകാരം ഫോൺ അവിടെ സർവീസ് സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് ജോബ് ഷീറ്റ് ആയിട്ട് ഇട്ടാലേ അവർക്ക് പാർട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാരണം എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും പ്രൊസീജിയറായിട്ട് പോകാനല്ലേ സാർ പറ്റത്തുള്ളൂ. അവർ കമ്പനി നിർണ്ണയിക്കുന്ന റൂൾസ് അനുസരിച്ച് പോകാനേ അവർക്കും നമുക്കും പറ്റത്തുള്ളൂ. നമ്മളിത് ഓൾറെഡി എസ്കലേറ്റ് ചെയ്ത കേസാണ്. പലതിനും നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മളത് ASMന്റെ അടുത്തൊക്കെ സംസാരിച്ചതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കമ്പനിയുടെ പോളിസിയാണ്, അവിടെ സബ്മിറ്റ് ചെയ്യണം. ചെയ്താലേ ബാക്കി സർവീസ് സെന്ററിന് ബാക്കി ഡീറ്റെയിൽസ് അവർക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മള് നിങ്ങളുടെ ഫോൺ വാങ്ങിച്ചു, ചെറിയൊരു കംപ്ലൈന്റ് വന്നു. അപ്പോൾ ഫോൺ വാങ്ങിച്ച കംപ്ലൈന്റ് വന്ന സമയത്ത് ആ ഒരു കംപ്ലൈന്റ് മാറാണ്ട്, ചെറിയൊരു കംപ്ലൈന്റ് മാറാനായിട്ട് ഇത്രയും ദിവസം ഫോൺ വെക്കണം എന്ന് പറയുന്നത് വലിയൊരു മര്യാദകേടല്ലേ? കാരണം പറഞ്ഞാല് അല്ല, അത് അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. ഇതിപ്പം സാറിന് ഇപ്പൊ കൈയോടെ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കുന്ന പ്രോഡക്റ്റ് ഇതായിരുന്നെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരപ്പം തന്നെ ഒരു 1-2 മണിക്കൂറിനകത്തോ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനകത്തോ അവരത് ശരിയാക്കി തരും. ഇതിപ്പം ഒരു പാർട്ട് വരാനുണ്ട്, അത് റിയൽമി XT ആണ്, എൻഡ് ഓഫ് ലൈഫ് ആയ പ്രോഡക്റ്റ് ആണ്. പാർട്സ് ഇത് വെയർ ഹൗസിൽ നിന്ന് വരണം, അവർക്ക് അത് ഓർഡർ ചെയ്യണമെങ്കിൽ ആ ജോബ് ഷീറ്റ് എഴുതണം. അപ്പൊ ആ വരുന്നതിന്റെ ടൈമാണ് 7 days to 10 days. ശരി, അതെല്ലാം ഞാൻ സമ്മതിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞത്, എനിക്ക് ആ സാധനം ആവശ്യം കൊണ്ട് മാറേണ്ടതുണ്ട്. നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നിങ്ങളുടെ സർവീസ് സ്റ്റോറിന് കിട്ടേണ്ടത്.
ഒരു പക്ഷേ മറ്റൊരാൾ നമ്മൾ ഓക്കെ ഓർഡർ ചെയ്ത് പൈസ ഒന്നും തരാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്സ് വന്ന് ചിലപ്പോൾ അയാൾ ചിലപ്പോൾ പിന്നീട് മാറാൻ വന്നില്ല എന്നിരിക്കാന്നുള്ള ഭയപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതിന് ബദലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഒരു നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന ഒരു നിത്യോപയോഗ വസ്തുവാണ് പറഞ്ഞാല്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഡാറ്റാസ് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് പറഞ്ഞാല്. കൂടാതെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ എല്ലാ ബാങ്കിങ് ആപ്പ് മുതൽ ഉൾപ്പെടെ എല്ലാം ഇതിലൂടെയാണ് ട്രാൻസ്ഫറും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഞാനൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഡെയിലി റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവതാളത്തിലാവും ഫോണിലൂടെ നടക്കുന്നതെല്ലാം തന്നെ. കൂടാതെ നിങ്ങൾക്ക് 10 ദിവസം തന്നെ എനിക്ക് ഉപയോഗിക്കാൻ മറ്റു ഫോൺ ഇല്ലാതാണെന്ന് പറഞ്ഞാൽ വേറെ കാര്യം നിങ്ങൾക്ക് ഞാൻ ആ ഫോൺ അവിടെ തരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോണിലുള്ള ഫുൾ ഡാറ്റാസ് മായ്ച്ചതിന് ശേഷം റീസ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് അവിടെ തരാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ട് എനിക്ക് ഫോൺ തരാൻ പറ്റില്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകൾ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഒരാൾക്കുള്ള സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം പോളിസികൾ വെച്ചിട്ട് കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കുന്നത്? കാരണം കസ്റ്റമർ വളരെ എന്തും തരാൻ തയ്യാറാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടത് പൈസയും അതിന്റെ വാല്യൂ ഒക്കെയാണ്. അത് തരാൻ തയ്യാറാണ്. അഡ്വാൻസ് ചെയ്യാനും അത് ഓർഡർ ചെയ്യാനും നിങ്ങൾ അതിന് കഴിയുന്നതാണല്ലേ. പിന്നെ എന്തിനാണ് ഒരു കസ്റ്റമറെ ഇങ്ങനെ ഞങ്ങളുടെ ഫോൺ അവിടെ അടിയറവ് വെച്ച് നിങ്ങൾ ജോബ് ഷീറ്റ് ഇടണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ഹലോ, കമ്പനി പോളിസിയാണ് സാറേ. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾക്കും ഇത്തരം അവസ്ഥ വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇനി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കാറുണ്ടോ? ഹലോ, കാറുണ്ട്, ശരി. നിങ്ങളുടെ കാറ് നിങ്ങൾ വാങ്ങിച്ചെടുത്ത സർവീസ് സെന്റർ നിങ്ങളുടെ ഇൻഡിക്കേറ്റർ കംപ്ലൈന്റ് ആയി എന്ന് വെക്കുക. നിങ്ങളുടെ ഇൻഡിക്കേറ്റർ കംപ്ലൈന്റ് ആയ സമയത്ത് നിങ്ങൾ സർവീസ് സെന്ററിൽ ചെല്ലുകയും നിങ്ങൾ ആ ഇൻഡിക്കേറ്റർ മാറണമെന്ന് നടത്തുന്നത് അവർ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, ഇൻഡിക്കേറ്റർ വരണമെന്നുണ്ടെങ്കിൽ 10 ദിവസം പിടിക്കും, പക്ഷെ ഞങ്ങൾക്ക് ആ ഇൻഡിക്കേറ്റർ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർ 10 ദിവസം ഇടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സാധിക്കുമോ? കാരണം നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടതും മറ്റു ഉപയോഗം നടത്തേണ്ടതും ആ കാർ വഴിയാണ്. നിങ്ങൾക്ക് വേറെ മാർഗമില്ല കാറില്ലാതെ. നിങ്ങൾ ആ ഇൻഡിക്കേറ്ററിന് വേണ്ടി ആ കാറോടെ നിങ്ങൾ അവിടെ ഇത് ചെയ്യോ, കൊടുക്കുമോ? അതിനകത്തൊരു മര്യാദകളില്ലേ? സാർ, അത് ഒന്നാമത്തെ കാര്യം ഓരോ കമ്പനിയുടെ പോളിസി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു പാർട്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് വരുന്നത് വരെ വെയിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അവർക്ക് അത്രയും ശരി. നമ്മള് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് ഞാനൊന്ന് പറയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം പക്ഷെ ഞാൻ എന്റെ സർവസ്വം ഉപേക്ഷിച്ചുകൊണ്ട് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അതാണ് എന്റെ ചോദ്യം. ഒരു കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടെങ്കിൽ പോളിസിയിൽ തെറ്റുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്വമല്ലേ? അത് നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണല്ലോ. ഒരാളെങ്ങനെ ഒരു പല രീതിയിലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് പല റേഞ്ചിലുള്ള ഫോണുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ എല്ലാ തരത്തിലും ഇത്തരം ഫോണിലുള്ള കമ്പോണൻസ് മാറുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫോണുകളെല്ലാം തന്നെ നിങ്ങളുടെ സർവീസ് സെന്ററിൽ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് കസ്റ്റമറോട് ചെയ്യുന്ന വലിയൊരു അപരാധമല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ കൊണ്ട് മറ്റുള്ളവർക്ക് പല പല ഉപകാരങ്ങളാണുള്ളത്. എല്ലാവർക്കും ഫോൺ സ്പെയർ വാങ്ങിച്ചു വെക്കാനുള്ള കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഇല്ല. എന്റെ കാര്യം തന്നെ എടുക്കൂ. ഞാൻ ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചിരിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വാട്സപ്പ് അതേപോലുള്ള പല പല കാര്യങ്ങൾ, ഡാറ്റ ട്രാൻസ്ഫർ, പല മണി ട്രാൻസ്ഫർ, പല കാര്യങ്ങളുണ്ട് എന്നല്ല. ഞാൻ എങ്ങനെയാണ് ഇതില്ലാതെ ഈ 10 ദിവസം ഞാൻ കഴിച്ചുവിടുക? നിങ്ങളുടെ ഫോൺ വാങ്ങിച്ചു എന്നുള്ള തെറ്റ് മാത്രമാണോ കസ്റ്റമർ എന്ന രീതിയിൽ ഞാൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത്? നിങ്ങളുടെ പോളിസിയിൽ മാറ്റം വരുത്തല്ലേ വേണ്ടത്? എന്തിനാണ് നിങ്ങൾ നോർമലി ആയിട്ട് ശരി പാർട്സ് മാറണം, പിന്നെ കംപ്ലൈന്റ് ഉണ്ട്, ഫോൺ ഡെഡ് അല്ല, കുഴപ്പമില്ല, ഉപയോഗിക്കാൻ പറ്റും. ഒരു ഫോൺ ഡെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഒന്നും ചെയ്യാനില്ല, ആ ഡെഡായി പോയി നമുക്കവിടെ കൊടുത്ത് സറണ്ടർ ചെയ്ത് പോരാനേ പറ്റുള്ളൂ എന്നാല്. വേറെ മാർഗങ്ങളൊന്നും തന്നെയില്ല. ഇത് ഫോൺ ഓൾറെഡി വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ഒരു കുഴപ്പവുമില്ല. ഈ ഒരു ചെറിയൊരു പാർട്സ്, ഒരു കുഞ്ഞ് ചാർജ് ചെയ്യാനൊരു ചാർജിങ് സി പോർട്ട് മാറുന്നതിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എൻ്റെ ഫോൺ 10 ദിവസത്തോളം പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് എന്തൊരു... നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുന്ന അവസരങ്ങൾ ഈ ഫോണില്ലാന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ എന്നുള്ളത്. ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇനി നിങ്ങളുടെ ഈ ഫോൺ എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരു ഫോൺ, ഹലോ, നോയ്സ് കയറി വരുന്നു, ഞാൻ ഇനി മറ്റൊരു ഫോൺ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ആ ഫോൺ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ.
അല്ലാതെ എങ്ങനെ കഴിയാൻ? അല്ല, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വേറെ ഫോൺ കടം വാങ്ങിച്ചിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് എന്റെ ഫോൺ കൊണ്ടുവന്നരാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ ഈ 10 ദിവസം ഫോൺ ഉപയോഗിക്കാതിരിക്കാന്ന് പറഞ്ഞാലേ. അതെ. അപ്പൊ എന്താ അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം ഈ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ ഞങ്ങൾക്ക് തരണം. നിങ്ങൾ റെമഡീസ് ചെയ്യണ്ടേ? ശരി, ഞങ്ങളുടെ പോളിസി അനുസരിച്ച് ഇവിടെ 10 ദിവസം വരെ ഫോൺ വെക്കണമെന്നാണ് നിയമം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ മറ്റൊരു ഫോൺ ഞങ്ങൾ തരുന്നു. വളരെ സന്തോഷം. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഞാൻ തരാൻ കഴിയുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇല്ല. ശരി, ഓക്കെ. ശരി, ഇനി ഞാൻ നിങ്ങളുടെ സർവീസ് സെന്റർ തരുന്ന സമയത്ത് എന്റെ ഡാറ്റാസ് കാര്യങ്ങൾ ഞാൻ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യണം തരാനായിട്ട് തന്നല്ലേ. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ കിട്ടുന്ന അവസരത്തിൽ ഞാൻ വീണ്ടും അത് റീസ്റ്റോർ ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ വേണ്ടി വരുന്നല്ലേ. എന്തോരം ബുദ്ധിമുട്ട് ഒരു കസ്റ്റമർക്ക് ഉണ്ടോന്ന് അറിയാമോ? ആ ഒരു നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ തെറ്റായ പ്രവൃത്തി കൊണ്ട്. എന്തിനാണ് 10 ദിവസം വെറുതെ ഡെഡായിട്ട് എന്റെ ഫോണോട് ഇരിക്കുന്നത്? നിങ്ങൾക്കോ ഒരു ഉപകാരമല്ല. നിങ്ങൾക്കൊരു ജോബ് കാർഡ് ഇടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ ഫോൺ വെച്ചിരിക്കുന്നത്. അതിന് ജോബ് ഷീറ്റ് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞ നിങ്ങളെ പറഞ്ഞ ആ ഇതിന്റെ പ്രൊഡക്റ്റിന് ഇതിന്റെ ഡബിൾ ചാർജ് വേണം ഞാൻ തന്നെ വേണം പൈസ തന്നേക്കാം. തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വരുന്നതും എനിക്ക് വന്ന സമയത്ത് എനിക്ക് വിളിച്ചു വേണം ഞാൻ അത് കൊണ്ടുവന്ന് എനിക്ക് മാറ്റി തന്നു. ഒരു ദിവസത്തിനുള്ളിൽ കാര്യം നടക്കും. എനിക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള കസ്റ്റമറെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ക്ഷമിക്കാനൊക്കെ കമ്പനി പോളിസിയാണ് സാർ. എനിക്ക് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി എക്സൈറ്റ് ചെയ്തതാണ് കേസ്. പ്രിയ സുഹൃത്തെ, ഞാനൊരു കാര്യം നിങ്ങൾ പറയാം. ഇത്തരം കാര്യങ്ങള്, അതായത് എന്ത് കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് പല പല തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാവായിരിക്കാം. പക്ഷെ അതിന്റെ തെറ്റുകൾ വന്ന സമയത്ത് അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണെന്നല്ലേ. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ നിങ്ങൾ എൻ്റെ ഈ വോയിസ് ഈ കോൾ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഹയർ അതോറിറ്റിക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു എല്ലാ കമ്പനികളും ഇങ്ങനെ തന്നെയാണോ? ഈ എല്ലാ ഫോൺ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന എല്ലാ കമ്പനിയും റിയൽമിയെ പോലെ തന്നെയാണോ ഈ പ്രൊഡക്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങളുടെ സർവീസ് സെന്ററിൽ ഇത്രയും ദിവസം വെക്കണമെന്നാണോ എല്ലാ കമ്പനികളും നിർദ്ദേശിക്കുന്നത്? എല്ലാ കമ്പനിയും അറിയില്ല സാർ. അറിയില്ല. ശരി. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് ഒരു കസ്റ്റമർ റിയൽമി എന്ന് പറഞ്ഞ ഫോൺ വാങ്ങിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് റിയൽമിയുടെ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, റിയൽമിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഉപയോഗിക്കാൻ വേറെ ഫോൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽമി വാങ്ങിക്കുമോ? സാർ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല സാർ, സബ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങളൊന്ന് മറുപടി പറയൂ. നിങ്ങളാണ് റിയൽമിയുടെ ഫോൺ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വേറെ ഫോൺ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുൻകൂട്ടി അറിയാം ഇങ്ങനൊരു സംഭവം റിയൽമിക്ക് ഉണ്ടെന്നുള്ളത്, ഇങ്ങനൊരു പ്രൊസീജിയർ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ റിയൽമി ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുമോ ഇല്ലയോ? എന്റെ ചോദ്യം അതാണ്. ഫോണിന്റെ ഫീച്ചേഴ്സ് അല്ലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിക്കാം. എന്താ? ഫോണിന്റെ ഫീച്ചേഴ്സും എല്ലാം നല്ലതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിക്കും. അല്ല, ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കും. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാറിന്റെ കാര്യം ചോദിച്ചു. ഒരു ഇൻഡിക്കേറ്റർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ നിങ്ങൾ 10 ദിവസം നിങ്ങൾ ആ സർവീസ് സെന്ററിൽ ഉപേക്ഷിച്ചിട്ട് പോരുമോ അല്ലെങ്കിൽ കൊടുത്തിട്ട് പോരുമോ എന്നുള്ളത് നിങ്ങൾ നല്ല കാരണങ്ങൾ അങ്ങനെ തന്നെ വാങ്ങിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. വേറെ കാറ് നിങ്ങളെ മറ്റുള്ള കാറുകളോ മറ്റുള്ള ഫോണുകളെ കുറിച്ചോ നിങ്ങൾ ആലോചിക്കില്ല മുൻകൂട്ടി അറിയാമെങ്കിൽ? നമ്മൾ സർവീസ് എല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ വാങ്ങുന്നത്. പിന്നെ അതാണ് പോയിന്റ്. അതായത് നമ്മൾ സർവീസ് നോക്കിയിട്ടായിരിക്കും വാങ്ങുക. അതായത് നിങ്ങൾ കറക്റ്റ് ചോദ്യത്തിലും ഉത്തരത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാണല്ലേ. നിങ്ങൾ ഒരു ഫോണിന്റെ, അതായത് നമ്മൾ ഒരു കാർ വാങ്ങിക്കുന്ന സമയത്തായാലും ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ സർവീസ് എങ്ങനെയായിരിക്കും, ആഫ്റ്റർ സർവീസ് എങ്ങനെയായിരിക്കും, വാങ്ങിച്ചതിന് ശേഷം. വാങ്ങിക്കുന്ന സമയത്ത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അതുണ്ട് അങ്ങനെ പറയുന്നതല്ല. അതിനുശേഷം ആഫ്റ്റർ സർവീസ് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഒരു ഉപഭോക്താവ് ഒരു ഫോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? 5 വർഷവും 3 വർഷവും ഒക്കെ ഗ്യാരണ്ടി ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിട്ട് അതിനുശേഷം ആ സർവീസ് ഇല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? അത് തന്നെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് സർവീസ് എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. നിങ്ങൾ ചെയ്യുന്നതും ആ ഒരു തെറ്റല്ല ചെയ്യുന്നത്. സർവീസ് നോക്കി ഒരു കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കോ, ഇങ്ങനൊരു സർവീസിൻ്റെ ഇങ്ങനൊരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ നിസ്സാര കാര്യത്തിന് 10 ദിവസം വരെ അവിടെ ഫോൺ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുക?
നിങ്ങൾ ഫോൺ ഡെഡായി പോയി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ശരിയാണ് ഈ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഫോൺ വെക്കണം, ഓക്കെ, നമുക്ക് വേണ്ടി യാതൊരു ഒരു ഗുണവുമില്ല. പക്ഷെ ഇത് വെറും നിസ്സാര കാര്യമാണ്. സി പോർട്ട് മാറേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എങ്ങനെയാണ് ആ ഫോണോട് വെച്ചുകൊണ്ടിരിക്കുക? സാർ ഇതിപ്പോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല സാർ. നമ്മൾ പറഞ്ഞതനുസരിച്ച് നമുക്കിപ്പം കാറായിരുന്നാലും ഫോണായിരുന്നാലും ഇപ്പൊ മനുഷ്യന് രോഗം വന്നാലും നമുക്ക് ഒരു 10 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് വെച്ചാല് നമ്മൾ അത് അഡ്മിറ്റ് ആയാലല്ലേ പറ്റുള്ളൂ. ഡോക്ടർ പറയുകയാണ് അതായത് ആ പ്രശ്നത്തിന്റെ സീരിയസിനനുസരിച്ച് നമ്മൾ അഡ്മിറ്റ് ആവും അല്ലേ? നിങ്ങൾ സാധാരണഗതിയിൽ വെറുതെ ഒരു പനി വന്നാൽ പോയി ഡോക്ടർ അഡ്മിറ്റ് ആക്കാൻ പറയില്ലല്ലോ. അതേ പക്ഷെ നിങ്ങൾക്ക് മറ്റ് മാരകമായ ന്യൂമോണിയ പോലുള്ള പനി വന്നാൽ ഡോക്ടർ അഡ്മിറ്റ് ആക്കാൻ പറയും. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതായത് സി പോർട്ട് മാറുന്നതിന്റെ, ഒരു ചാർജിങ് പോർട്ട് മാറുന്നതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങളടുത്ത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്? എന്റെ ഫോൺ ഫുള്ളായിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ പോയി, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടു നോക്കുന്നത് കുഴപ്പമില്ല. നിങ്ങൾ എന്നോട് പറയുന്ന ഉദാഹരണങ്ങളിൽ തന്നെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉണ്ട് അതിൻ്റെ അകത്ത് അല്ല? ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ സാധാരണ പനി വന്നാൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും ഇല്ല? നിങ്ങൾ മാക്സിമം വീട്ടിൽ പോകാൻ ശ്രമിക്കും. അതിന്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് നമ്മൾ പെരുമാറുക അല്ലേ? ഡോക്ടർ പറയാ അഡ്മിറ്റ് ആവണം, അഡ്മിറ്റ് ആവണ്ട. ഈ വിഷയത്തിനകത്ത് ഫോൺ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫോൺ ഓൾറെഡി വർക്കിംഗ് ആണല്ലോ, ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണല്ലോ. നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞ പോലെ വീട്ടിൽ പോകുന്ന കണ്ടീഷനാണ്, നിങ്ങൾക്ക് വീട്ടിൽ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നുള്ളൂ. നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല അല്ലേ? എനിക്കാലും മാരകമായ പനിയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അഡ്മിറ്റ് ആവുമല്ലോ. സാർ ഇത് എന്തായാലും സർവീസ് സെന്റർ സബ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ സാർ. നമുക്ക് ഓൾറെഡി ഇനി ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതായത് സാധാരണഗതിയിൽ സർവീസ് സെന്ററുകളിൽ പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച സാറിനായിട്ട് കാണാറുണ്ടെന്നാല്, അതായത് നിങ്ങളുടെ ആക്സസറീസ് പാർട്സുകൾ നിങ്ങളുടെ സർവീസ് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസ് സെന്ററിൽ നിന്നോ വ്യാജമായിട്ട് ഓർഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിന് ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ പാർട്സുകൾ പുറത്തോട്ട് പോകും എന്നുള്ള പേടി കൊണ്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ സർവീസ് സെന്ററിലെ ജോലിക്കാരുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. പല ഇതിനകത്തും അങ്ങനെയൊക്കെ കാരണം ഈ സർവീസ് സെന്ററിൽ നിന്ന് പുറത്തോട്ട് പ്രൊഡക്റ്റ് കൊടുക്കാറില്ല, അതിന്റെ നിങ്ങളുടെ ആക്സസറീസ് പാർട്സ് കൊടുക്കാറില്ല. പക്ഷെ ആ പാർട്സ് പുറത്തേക്ക് ഇതുപോലെ വ്യാജമായിട്ട് ഓർഡർ എടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കുന്ന രീതികൾ ഉണ്ടാവാറുണ്ട്, സാധാരണഗതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ. അപ്പൊ അതേപോലെ നിങ്ങളുടെ സർവീസ് സെന്ററിലെ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന്റെ പേരിലാണോ ഞങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ വെച്ച് അത് അവിടെ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്? അത്രയും വിശ്വാസക്കുറവുണ്ടോ നിങ്ങളുടെ ജോലിക്കാരെ? ഓരോ കമ്പനിക്കും ഓരോ പോളിസി ഉണ്ട് സാർ. ഓരോ കമ്പനിക്കും ഓരോ പോളിസി ഉണ്ട്. റിയൽമിയിലെ സർവീസ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം, ഫോണ് പാർട്സ് വരുന്നവരെ സബ്മിറ്റ് ചെയ്യണം. കമ്പനിയുടെ പോളിസിയാണ്. സാറിന് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? എനിക്ക് വേറൊന്നും അറിയാനില്ല, ഇതാ അറിയേണ്ടത്. ഇപ്പൊ ഇതെന്തായാലും ജനങ്ങളും, അതായത് പൊതുജനങ്ങളും അറിയേണ്ട ആവശ്യകത ഇല്ലേ ശരിക്കും പറഞ്ഞാല്? തീർച്ചയായിട്ടും ഞാൻ ഈ ഫോൺ വാങ്ങിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് വന്നപ്പോൾ മാത്രമാണ് ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കമ്പനിയുടെ ഒരു പ്രശ്നം പൊതുജനങ്ങളും അറിയേണ്ട ആവശ്യകത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞങ്ങളുടെ സർവീസ് സെന്റർ ഇങ്ങനെ, ഞങ്ങളുടെ കമ്പനി ഇങ്ങനെയാണ്, ഞങ്ങളുടെ പോളിസി എന്താണെന്ന് പൊതുജനങ്ങൾ അറിയേണ്ടതില്ലേ? സാർ ഓരോ കമ്പനി ഇപ്പൊ ഏത് ഫോണിന്റെ കമ്പനിക്കായിരുന്നാലും അത് അതിന്റേതായിട്ടുള്ള പോളിസിയിലിട്ട് നമ്മളത് അനുസരിച്ചാലല്ലേ സാർ പറ്റുള്ളൂ. ആയിരുന്നാലും ഐഫോൺ ആയാലും റിയൽമിക്കായിരുന്നാലും റെഡ്മിക്കായിരുന്നാലും എല്ലാ ഫോണിനും ഓരോ പോളിസിയിലുണ്ട്. അത് നമ്മൾ അതനുസരിച്ച് പോയാൽ നമുക്ക് സർവീസ് കിട്ടത്തുള്ളൂ സാർ. റിയൽമി കമ്പനിയുടെ പോളിസി ഇങ്ങനെയാണ്. സർവീസ് സെന്റർ പറഞ്ഞറിഞ്ഞു സാറിന്റെ അടുത്ത് എന്ന് പറയുന്നത് മാക്സിമം ആണ്. സബ്മിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് എനിക്ക് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഫോൺ ശരിയാക്കി കിട്ടില്ല എന്നാണ് അർത്ഥം സത്യത്തില്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ശരി, ഓക്കെ. ഇത് നിങ്ങൾക്ക് ദേഷ്യം കയറുന്നുണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ശരി, ഓക്കെ. അല്ല, റിയൽമിയുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ള വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ജനങ്ങൾ അറിയേണ്ടത് ആവശ്യമല്ലേ? അപ്പൊ ഞാനും ഈ കോള് പയ്യെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനും എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് തീർച്ചയായിട്ടും പൊതുജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
തീർച്ചയായിട്ടും വ്യത്യസ്തമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന റിയൽമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാനേ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോളിസിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാറ്റിയെടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ല അത് ഞങ്ങളുടെ പോളിസി അങ്ങനെയാണെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ ഹയർ ടീമിനെ ആയിട്ട് ഇൻഫോർമേഷൻ ചെയ്തതാണ്. അവര് പറഞ്ഞേക്കുന്നത് നിർബന്ധമായിട്ട് സർവീസ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ നമുക്ക് ആ സെയിം ഇൻഫർമേഷൻ മാത്രമേ തരാനുള്ളൂ സാറിന്. കൊറേ ആയിട്ട് ഞാനത് ഞാൻ നിങ്ങളോട് ശരി നിങ്ങളങ്ങനെ ചെയ്യുക. കാരണം ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ കസ്റ്റമറിനെ നിങ്ങളുടെ കൂടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇനിയുള്ള ആൾക്കാരും കൂടി നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേസുകളൊക്കെ അറിഞ്ഞാൽ തന്നെയും മറ്റുള്ള ആൾക്കാർ വാങ്ങിക്കാനുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കും തോന്നുന്നുണ്ട് അത് തന്നെ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ പോളിസി ഇതാണെന്നാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ പോളിസി തെറ്റാണെങ്കിൽ കമ്പനിയുടെ പോളിസി മാറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എൻ്റെ ഈ കോളിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹയർ അതോറിറ്റിക്ക് ഇത് എസ്കലേറ്റ് ചെയ്യുക എൻ്റെ ഈ ക്വയറീസ്. എന്നിട്ട് നിങ്ങളുടെ പോളിസിയിൽ മാറ്റം വരുത്തിയതിനു ശേഷം അതായത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾ പോളിസികൾ സ്വീകരിക്കുക. നിങ്ങൾ ഇത്തരം ഓപ്ഷൻസ് കൊടുക്കുക. അതല്ലേ വേണ്ടത്? ഞാൻ നിങ്ങൾ ന്യായമായിട്ടൊരു കാര്യം, അതല്ലേ ശരിക്കും വേണ്ടത്? ആ പോളിസിയിൽ മാറ്റം വരുത്തേണ്ടതല്ലേ ശരിക്കും? ഹലോ നിങ്ങൾ കേൾക്കുന്നില്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത് ആ പോളിസികൾ മാറ്റം വരുത്തുകയല്ലേ ശരിക്കും വേണ്ടത്, കമ്പനി ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹലോ ഹലോ നിങ്ങൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തോ? ഇല്ല സാർ, ഒന്ന് കേൾക്കുന്നുണ്ട്. ശരി. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിയതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നല്ലേ ശരി? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാനിവിടെ ഞാൻ സീനിയേഴ്സിനെ അറിയിക്കാം സാർ. സീനിയേഴ്സിനെ അറിയിക്കാം. ബാക്കിയുള്ളത് അവര് പറയും. ഞാനിവിടെ നിന്ന് കോൾ ബാക്ക് കൂടെ സാറിന് അറിയിച്ചേക്കാം. ഓക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ സാർ. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? എനിക്ക് വേറെ ഒന്നും അറിയാനില്ല. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഇനി നിങ്ങൾ ഫീഡ്ബാക്കിന് വേണ്ടി കോള് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? അതെ ചെയ്യുന്നുണ്ട്. ശരി, ട്രാൻസ്ഫർ ചെയ്തോളൂ. നിങ്ങൾ പേര് അനുപമ എന്നാണോ പറഞ്ഞത്? അനഘ. ശരി. ഓക്കെ, തീർച്ചയായും എൻ്റെ ചെയ്ത് കാരണം പറയാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ സാർ. ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ സാറിന് ഹെൽപ്ഫുൾ ആയി വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ സാറിന്റെ കോൾ ഐഡിയോട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ കുഴപ്പമില്ല. ഞാൻ തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോറി സാറിന് ഈ കോളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും മറത്താം, ഇല്ലെങ്കിൽ രണ്ടാം മറത്താം. നമ്മൾ തമ്മിലുള്ള സംഭാഷണം അറിയിക്കാവുന്നതാണ്. 1 മുതൽ 3 വരെ അസംതൃപ്തിയാണെന്നും 4-5 സംതൃപ്തിയാണെന്നും. റിയൽമി സപ്പോർട്ടിലേക്ക് വിളിച്ചാൽ നന്ദി. ശുഭം. താങ്ക് യു. ഹലോ, നിങ്ങൾ ലൈനിലുണ്ടോ? ഹലോ നിങ്ങളുടെ കോൾ ഇതുവരെയായിട്ടും നിങ്ങളുടെ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ കോള് കുറേ നേരം വെയിറ്റ് ചെയ്യണ്ടായി. അവരുടെ IVRലേക്ക് ആ കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ട. പക്ഷെ അവർ ട്രാൻസ്ഫർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു ഫീഡ്ബാക്ക്, അതായത് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് അവരെ അറിയിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കോൾ ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം. പിന്നെ അതേപോലെ തന്നെ അവർ നമ്മുടെ ഈ ഫോൺ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. അവരൊരു കോൾ ബാക്ക് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ട് ആരും തിരിച്ച് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി അവിടെ മേലധികാരികൾക്ക് പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും നമുക്കറിയില്ല എന്നല്ല, ഒരു ഉറപ്പില്ല എന്നല്ലേ. നമ്മൾ ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുക പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റിയൽമിയുടെ ഫോണിലെടുക്കുന്നത് ഇതേപോലെ മറ്റൊരു ഫോണിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്ത് വരുന്നുള്ളത്.
നമ്മൾ ഓരോരുത്തരും 10,000 20,000 രൂപ കൊടുത്തിട്ട് ഓരോ ഫോൺ വാങ്ങുമ്പോഴാണ് കമ്പനി തന്നെ നിലനിൽക്കുന്നതെന്ന് കമ്പനി മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇവരായാലും ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ പോളിസി ഇതാണെന്ന് പറയുന്ന സ്റ്റാഫുകളായാലും ശരി, അവരുടെ ശമ്പളത്തിൻ്റെ അടിസ്ഥാനം നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾ 5,000 10,000 20,000 50,000 രൂപ കൊടുത്ത് ഓരോ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴാണ് അവർക്ക് ആ ലാഭം ഉണ്ടാകുന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു റിയൽമിയുടെ ഫോണാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ചാർജിങ് പോർട്ട് നമ്മളെപ്പോഴും ഊരുകയും കുത്തുകയും ചെയ്യുന്ന ചെറിയൊരു ചാർജിങ് പോർട്ട് എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്ന, എപ്പോഴും ലൂസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ തേയ്മാനം വരാവുന്ന ഒരു പാർട്സാണ് ഈ ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ, സി പോർട്ട് ചാർജിങ് പോർട്ട്. അപ്പോൾ അതെപ്പോഴും കംപ്ലൈൻറ്റ്. ആ ഒരു പ്രൊഡക്റ്റിന് പോലും, ആ ഒരു പാർട്സിന് പോലും 1,500 1,600 രൂപയൊക്കെ ഈടാക്കുക എന്ന് പറഞ്ഞാൽ കമ്പനി അതിൽ നിന്ന് വലിയൊരു ലാഭമാണ് ഉണ്ടാക്കുന്നത്. കമ്പനി അതിൻ്റെ സർവീസ് ചാർജ് നിലനിൽപ്പും സർവീസ് ചാർജ് അതുകൂടെ സർവീസ് ചാർജും ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഇതൊക്കെ നടത്തിയിട്ട് കമ്പനി അതിൽ നിന്ന് അവരെ പാർട്സ് വലിയ ലാഭത്തിനായിട്ട് വൻ ലാഭമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും കമ്പനിയുടെ നിലനിൽപ്പാണ്. അവർക്കറിയാം നമ്മൾ ഈ 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഫോൺ വാങ്ങിയതിന് ശേഷം ഈ ഒരു ചെറിയൊരു സാധനം മാറാനായിട്ട് വേറെ ഇതിന് നിൽക്കില്ല എന്നുള്ളതും, കൂടാതെ തന്നെ ഇനി മറ്റൊരു ഫോൺ വാങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതും, അതിൻ്റെ ചെറിയൊരു പ്രശ്നം വാങ്ങില്ല എന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ വളരെ ധാർഷ്ട്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്സ് മാറിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മാറണ്ട എന്ന് തന്നെ പറയും. മാറിയില്ലെങ്കിൽ എന്താ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് തന്നെ അർത്ഥമെന്നുള്ളേ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഇത്തരം വിൽപ്പനാനന്തര സേവനങ്ങളുള്ള ഏത് കമ്പനിയിൽ നിന്ന് ഫോണായാലും ശരി മറ്റുൽപ്പന്നങ്ങളായാലും വാങ്ങണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങളെടുക്കുക. നമ്മൾ സർവീസാണോ വേണ്ടത്, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സമയത്തുള്ള ആ ഒരു വലിയൊരു ഓഫറാണോ, നേരത്തെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ വാങ്ങണോ, അല്ലെങ്കിൽ ഫീച്ചർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സേവനം ഇല്ലെങ്കിൽ പിന്നെന്താ ഉള്ള ഗുണം, അതും നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഏത് വാങ്ങിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ കോർട്ടിലാണ് ശരിക്കും പോകേണ്ടത്. പക്ഷേ നമ്മളുടെ സമയമില്ലായ്മയും ഇതിൻ്റെ പുറകെ ചുറ്റിക്കെട്ടി നടക്കണ്ടേ എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് നമ്മൾ ഇതിനൊന്നും പുറകെ പോകാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരമാണെന്ന് വിചാരിക്കുന്നു, ഒരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടാൽ, ഇൻഫർമേഷൻ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഇതുപോലെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ കൊടുത്താൽ വളരെ നന്നായിരിക്കണം. പിന്നെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ മറ്റൊരിക്കൽ വരാം. ഓക്കെ, ബൈ.